ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്നു വീണ് അപകടം. തിരുവില്ലാമല GLP സ്കൂളിലെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ ക്ലാസ് നടക്കുമ്പോൾ അടർന്നു വീണത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം. തോട്ടം തൊഴിലാളി ശ്രീജയുടെ വീട് കാട്ടാന ഭാഗികമായി തകർത്തു. ഇടപാടുകൾ നടത്താത്ത ആളുകൾക്ക് ജപ്തി നോട്ടീസ് അയച്ച അങ്കമാലി അർബൻ ബാങ്ക്. സഹകരണ സംഘ ഓഫീസിന് മുന്നിൽ നിക്ഷേപകർ ധർണ സംഘടിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്നു വീണ് അപകടം. തിരുവില്ലാമല GLP സ്കൂളിലെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ ക്ലാസ് നടക്കുമ്പോൾ അടർന്നു വീണത്. മേൽക്കൂരയിൽ നിന്ന് ഓടുൾപ്പെടെയാണ് താഴെ വീണത്. കുട്ടികൾ ഇരിക്കുന്നതിന്റെ മറുഭാഗത്താണ് മേൽക്കൂര വീണത്. ഇതിനാൽ പ്രീ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തിരുവില്ലാമല കാട്ടുകുളം ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണു. പ്രീ പ്രൈമറി വിഭാഗം ക്ലാസ് മുറിയിലെ മേൽക്കൂരയുടെ സീലിംഗുകളാണ് പൊട്ടിവീണത്. സീലിംഗിന് താഴെ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. രാവിലെ 10:15ഓടെയാണ് സംഭവം. വളരെയധികം കാലപ്പഴക്കമുള്ള സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും അധികാരികൾ യാതൊരുവിധ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. 71 പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും 196ഓളം LP വിദ്യാർത്ഥികളുമാണ് ഈ സ്കൂളിലുള്ളത്. കഴിഞ്ഞ ദിവസം 4 സ്കൂളുകളിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ചപ്പോഴും ഈ സ്കൂൾ അവഗണിക്കപ്പെട്ടത് ഗുരുതരമായ വീഴ്ചയാണെന്ന് PTA പ്രസിഡന്റ് വേണു P. നായർ പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം. തോട്ടം തൊഴിലാളി ശ്രീജയുടെ വീട് കാട്ടാന ഭാഗികമായി തകർത്തു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വീട്ടുകാർ അടുക്കള ഭാഗത്തുകൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചാലക്കുടി കാലടി പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലെ തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ലയത്തിന്റെ ചുമർ ആനക്കൂട്ടം തകർത്തു. അകത്ത് കിടന്നുറങ്ങുകയായിരുന്ന മാമ്പ്ര വീട്ടിൽ ശ്രീജയും ഇവരുടെ മകൻ അഭിഷേകും കാട്ടാന ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ചുമർ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും ഉണർന്ന ശ്രീജയും അഭിഷേകും പിൻവാതിൽ വഴി പുറത്തേക്കോടി മറ്റൊരു ലയത്തിനുള്ളിൽ അഭയം തേടി. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളാണ് പടക്കം പൊട്ടിച്ചും തീയിട്ടും ആനക്കൂട്ടത്തെ തുരത്തിവിട്ടത്. 1 മണിക്കൂറോളം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കുട്ടിയാനയടങ്ങിയ ആനക്കൂട്ടം കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. കുറച്ചുനാളായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. തൊഴിലാളികൾക്കും ലയങ്ങൾക്ക് നേരെയും ആനയാക്രമണം ഉണ്ടാകുന്നത് പതിവായി മാറിയിട്ടുണ്ട്. മതിയായ സംരക്ഷണം ഇല്ലാതെയാണ് പ്ലാന്റേഷൻ ലയങ്ങളിലേതടക്കമുള്ളവർ കഴിയുന്നത്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴ കണക്കിലെടുത്ത് വെള്ളിയാഴ്ച ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനം മൂലം കേരളത്തിൽ 5, 6, 7 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിക്ക് പുറമെ ലക്ഷദ്വീപ് മുതൽ വടക്കൻ കൊങ്കൺ വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇടപാടുകൾ നടത്താത്ത ആളുകൾക്ക് ജപ്തി നോട്ടീസ് അയച്ച അങ്കമാലി അർബൻ ബാങ്ക്. നോട്ടീസ് ലഭിച്ചവർ ബാങ്കുമായി ഇടപാട് നടത്താത്തവരെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് അർബൻ സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ നിക്ഷേപകർ ധർണ സംഘടിപ്പിച്ചു. അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതിയാണ്. പണം ലഭിക്കാത്തതിനാൽ അങ്കമാലി അർബൻ ബാങ്കിൽ പ്രതിഷേധവുമായി നിക്ഷേപകരും എത്തി. സഹകരണ വകുപ്പാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. നിക്ഷേപകരും ലോൺ എടുത്ത് ബാധ്യതയിലായവരുമാണ് പരാതിക്കാർ. 400-ലധികം ആളുകൾക്കാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ഇവരിൽ ഭൂരിഭാഗം പേരും ഇതുവരെ ബാങ്കിൽ പോവുകയോ ലോണിന് അപേക്ഷിക്കാത്തവരോ ആണ്. വ്യാജ ഒപ്പും രേഖകളുമായി കോൺഗ്രസ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. നിക്ഷേപകരുടെ പണത്തിലും തിരിമറി നടന്നിട്ടുണ്ട്.
ഇതിൽ പ്രതിഷേധിച്ച് നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. വായ്പയെടുക്കാതെ ബാധ്യതയിലായവർ മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, അങ്കമാലി. നിരോധിക്കപ്പെട്ട PFI അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. അതേസമയം യൂത്ത് കോൺഗ്രസ് തൃശൂരിൽ നടത്തിയ ചാണകവെള്ളം തളിച്ചുകൊണ്ടുള്ള സമരത്തെ പ്രതാപൻ തള്ളിപ്പറഞ്ഞു. ചാണകവെള്ളം തളിച്ച സമരത്തോട് യോജിപ്പില്ലെന്ന് പ്രതാപൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി പങ്കെടുത്ത തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് നടത്തിയതും ഇത് BJP യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞതും വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെതിരെ രംഗത്തെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് ഇത്തരം പ്രതിഷേധത്തിലേക്ക് അവരെ നയിച്ചതെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിനെ തള്ളി കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. അതേസമയം മോദിയുടെ തൃശൂർ സന്ദർശനം പരാജയവും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതുമായി മാറിയെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് 5 കോടി ഗ്രാന്റും 50 കോടിയുടെ പ്രത്യേക പദ്ധതിക്കും അപേക്ഷ നൽകിയെങ്കിലും യാതൊന്നും പരിഗണിച്ചില്ലെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് തൃശ്ശൂർ MP. ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ ഫാസിസ്റ്റുകളുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ ഫാസിസ്റ്റുകളുമായും ചെയ്യത്തില്ല. എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റത്തെയും എതിർക്കും. സന്ധിയില്ലാതെ അതിനെതിർക്കും. നിരോധിക്കപ്പെട്ട PFന്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കും. തൃശ്ശൂർ മതനിരപേക്ഷതയുടെ മണ്ണാണ്. ഇവിടെ ഈ വർഗീയ ഫാസിസമായി വന്നാൽ വില പോകില്ല. അപ്പോഴാണ് ഭീഷണിപ്പെടുത്തി നിർജീവമാക്കാമെന്നുള്ള ധാരണ വന്നത്. RSSന്റെയും BJPയുടെ സംഘപരിവാറിന്റെയും ഭീഷണി വില പോകൂല. തനിക്കെതിരായ PFI ബന്ധം തെളിയിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ച പ്രതാപൻ സംഘപരിവാറിന്റെയും BJPയുടെയും ഭീഷണികൾ വിലപ്പോവില്ലെന്നും കൂട്ടിച്ചേർത്തു. പ്രതാപനെതിരെയുള്ള BJPയുടെ ഭീഷണി സമാധാന അന്തരീക്ഷം തകർക്കാനാണെന്നും എന്ത് വില കൊടുത്തും MPയെ സംരക്ഷിക്കുമെന്നും DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ അറിയിച്ചു. TN പ്രതാപനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനും ശ്രമിച്ചാൽ അതിന് എന്ത് വില കൊടുത്തും കോൺഗ്രസ് നേരിടും. പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സംഘപരിവാർ ശൈലി കേരളത്തിൽ വില പോകില്ല. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. മീഡിയ ടൈം, തൃശൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് കേരള ബാങ്ക് കർഷകരുടെ കഴുത്തിൽ കുരുക്കിടുകയാണെന്ന് മാർ ജോസഫ് പാംബ്ലാനി കണ്ണൂരിൽ പറഞ്ഞു. 8 മാസമായി കർഷകർക്ക് സബ്സിഡി നൽകിയിട്ടില്ല. കർഷകരുടെ കാര്യം പറയുമ്പോൾ മാത്രം പണമില്ല. റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ കളക്ടറേറ്റ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30 രൂപ അല്ലെങ്കിൽ 25% ടാക്സ് ഇതിലേതാണോ കുറവ് അത് ഈടാക്കാനാണ് നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ ബഡ്ജറ്റ് വന്ന ശേഷം 1 രൂപ പോലും ഗവർണർ കൂടിയില്ല. കാരണം എന്താ? ഇത് നമ്മളെ കബളിപ്പിക്കാൻ തുടങ്ങുന്നതാണ്. അവർ പറയും ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്താൽ ഈ ടാക്സ് ഈടാക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. അവിടുന്ന് ആരാണ് ഇങ്ങോട്ട് വെറുതെ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്? ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നും ടാക്സിൽ ഒരു മാറ്റവുമില്ല എന്നത് തിരിച്ചറിയുമ്പോഴാണ് ഈ സർക്കാരുകൾ ശരിക്കും ഇവിടുത്തെ കർഷകരെ കബളിപ്പിക്കുകയാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചാലക്കുടി KSRTC റോഡിലെ നക്കര ബിൽഡിംഗിൽ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ സമീപവാസികളായ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. KSRTC റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്താണ് ബിവറേജിന് ഉദ്ദേശിക്കുന്ന കെട്ടിടം നിലനിൽക്കുന്നത്. ഔട്ട്ലെറ്റ് വരുന്നതോടെ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. 1 മാസം മുൻപ് നടന്ന നഗരസഭ കൗൺസിൽ യോഗം ഇവിടെ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ, വനിതാ ഹോസ്റ്റലുകൾ, ഹൗസിംഗ് ബോർഡ് കോളനി എന്നിവയുടെ സമീപത്തുള്ള കെട്ടിടത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും സമരക്കാർ പറഞ്ഞു. KSRTC റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്താണ് ബിവറേജിന് ഉദ്ദേശിക്കുന്ന കെട്ടിടം നിലനിൽക്കുന്നത്. ബിവറേജ് ഔട്ട്ലെറ്റ് വരുന്നതോടെ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. നക്കര ബിൽഡിംഗിന് സമീപം നടന്ന ധർണ നഗരസഭാ കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. ബിന്ദു ശശികുമാർ അധ്യക്ഷനായി. കൗൺസിലർമാരായ C ശ്രീദേവി, TD എലിസബത്ത്, സുധാ ഭാസ്കരൻ, NSS കരയോഗം പ്രസിഡന്റ് KB മുരളീധരൻ, വിജയൻ നമ്പീശൻ, അമ്പാടി ഉണ്ണികൃഷ്ണൻ, വിജയൻ മൂഴിക്കൽ, ഗീതാ ബാഹുലയൻ, PD നാരായണൻ, ശശിധരൻ പയ്യപ്പള്ളി, രമേശ് കുഴിക്കാട്ടിൽ, K ഗുണശേഖരൻ, KB ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്.
കേരളത്തിൽ ഓട പണിയാൻ പോലും കാശില്ലാത്ത സർക്കാരാണ് ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടുങ്ങല്ലൂരിൽ UDF ജനസദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേരളത്തിൽ ഒരു മാന്ത്രിക സഞ്ചിയുണ്ട്, അത് പിണറായി വിജയന്റെ വീട്ടിലാണ്. എവിടെ അഴിമതി നടന്നാലും പണം വന്നു വീഴുന്ന ഈ മാന്ത്രിക സഞ്ചിയാണ് പിണറായിയുടെ വീട്ടിലുള്ളത്. പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് വാരി നമ്മളെ സേവിക്കുകയാണ്. എവിടെ തൊട്ടാലും അഴിമതി. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ഷാമബത്ത കൊടുക്കാത്ത ഈ സർക്കാരിന് അവാർഡ് നൽകണമെന്ന് സതീശൻ പറഞ്ഞു. യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ TN നാസർ അധ്യക്ഷത വഹിച്ചു. സിദ്ദിഖ് അലിരങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. MP വിൻസെന്റ്, VM മൊയ്തീൻ, A അഷറഫ്, VA അബ്ദുൽ കരീം, ES സാബു, NS വിജയൻ, PI നിസാർ, GB OR, PK സിദ്ദിഖ്, സൈന റഫീഖ്, PK നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ നെൽകൃഷി വെള്ളത്തിനടിയിലായി. മനക്കുളങ്ങര പാടത്ത് നമ്പ്യാക്കുളങ്ങര ദിലീപ് കൃഷി ചെയ്ത 8 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിനടിയിലായത്. ഉമ ഇനത്തിൽപ്പെട്ട 60 ദിവസത്തോളം പ്രായമായ നെല്ലാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത്. കൊടകരയിലെ കൃഷി അസിസ്റ്റന്റുമാരായ KR ജയ, NR രേഖ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പാടശേഖരത്തിലെ പലരും പാട്ടത്തിനെടുത്തും മറ്റുമാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കാലം തെറ്റിയുള്ള മഴയിൽ ആശങ്കയിലാണ് കർഷകർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും തൃശൂർ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മയും ചേർന്ന് നടത്തുന്ന കിസാൻ മേളയ്ക്ക് തുടക്കമായി. ചെമ്പൂക്കാവ് അഗ്രികൾച്ചറൽ കോംപ്ലക്സിൽ വെച്ച് നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ P ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കോർപ്പറേഷൻ കൗൺസിലർ റെജി ജോയ്, ആത്മ പ്രൊജക്ട് ഡയറക്ടർ അനൂപ് MP, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷ മേരി ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് വയോജന ഭിന്നശേഷി ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജിജു മാടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, നബീസത്ത് ജലീൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജിയോ കൊടിയൻ, ജോർജ് നെല്ലിശ്ശേരി, അമ്പിളി സജീവ്, സിന്ധു അശോക്, നിധ ജോഷി, ICD സൂപ്പർവൈസർ ശ്രുതി, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ഡെയ്സി, പ്രൊജക്ട് അസിസ്റ്റന്റ് ഗോപിക, പഞ്ചായത്ത് സെക്രട്ടറി KJ രാജു, വയോജന ക്ലബ് പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി പുഷ്പ എന്നിവർ സംസാരിച്ചു. മാള സക്കോർസോ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ആഘോഷിച്ചു. കോഴിക്കോട് ബിഷപ്പ് ഫാദർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. പല പ്രാവശ്യം ഞാൻ ഈ സ്കൂളിലും കോൺവെന്റിലും സിസ്റ്റേഴ്സിനെ കാണുവാനും കുട്ടികളെ കാണുവാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പരിപാടികൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പെങ്ങന്മാരൊക്കെ പഠിച്ചത്, അതുപോലെ എൻ്റെ അയൽപക്കക്കാരൊക്കെ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ ഈ സ്ഥാപനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ഞാൻ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. ഇതിനെല്ലാവിധ നന്മകളും ഞാൻ നേരുകയും ചെയ്യുകയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളത്, എനിക്ക് മാത്രമല്ല പലർക്കും, ഇന്ന് കുട്ടികൾക്ക് പോലും ബുദ്ധിമുട്ടുള്ളത് ഈ സക്കോർസോ പറയാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ സിസ്റ്റർ വിമല അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ നിർമ്മല, ഷാന മാത്യു, ലിജി ജോൺ, KV ഷാലി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. അധ്യാപകരെ PTA പ്രസിഡന്റ് ഷാനവാസ് പള്ളിമുറ്റത്ത് മെമന്റോ നൽകി ആദരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ യദുകൃഷ്ണൻ, മാള ഫൊറോന വികാരി ഫാദർ ജോർജ് പാറേമാൻ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വഹിദ KA, DO ഇരിങ്ങാലക്കുട മഹേശ്വരി പ്രസാദ്, AE മഞ്ജു, ഫാദർ സെബാസ്റ്റ്യൻ മാളിയേക്കൽ, ഫാദർ ആൻഡോ ചിനിയൻകണ്ടത്ത് എന്നിവർ സംസാരിച്ചു. K-സ്മാർട്ടിന്റെ ഭാഗമായി ചാലക്കുടി നഗരസഭയിൽ ആദ്യ വിവാഹ സർട്ടിഫിക്കറ്റ് കൈമാറി. ജില്ലയിൽ ഈ പദ്ധതി പ്രകാരം ആദ്യമായി വിതരണം ചെയ്യുന്ന നഗരസഭ ചാലക്കുടിയാണ്. നഗരസഭാ ചെയർമാൻ AB ജോർജ്, മാർക്കസ്, റോഷിദ ദമ്പതികൾക്ക് ആദ്യ സർട്ടിഫിക്കറ്റ് കൈമാറി. കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ ഫെബിൻ കൊടിയൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 6-ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, അമ്പ് പ്രദക്ഷിണം, സമാപനം, ശിങ്കാരിമേളം എന്നിവയും നടക്കും. തിരുനാൾ ദിനമായ ഡിസംബർ 7-ന് തിരുനാൾ കുർബാന, സന്ദേശം, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. വെണ്ണൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കനികാമാതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോജോ തൊടുപറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. യൗസേ പിതാവിന്റെ തിരുനാളായി ഇന്ന് കാഴ്ച സമർപ്പണം, ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, പ്രദക്ഷിണം, മാർഗംകളി എന്നിവ നടന്നു. ശനിയാഴ്ച സെബസ്റ്റ്യാനോസിന്റെ 50 തിരുനാളും ഞായറാഴ്ച വെണ്ണൂരമ്മയുടെ തിരുനാളും ആഘോഷിക്കും. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലും കഥകളും ജാപ്പാനീസിലേക്ക് വിവർത്തനം ചെയ്ത എഴുത്തുകാരി
തക്കാക്കോ അന്തരിച്ചു. രാവിലെ 11-ന് കൂനമ്മാവിലെ വസതിയിലായിരുന്നു അന്ത്യം. തകഴിയെക്കുറിച്ച് 2 ഡോക്യുമെന്ററികളും നിർമ്മിച്ചിട്ടുണ്ട്. 1967-ൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന തോമസ് മുല്ലൂരിനെ വിവാഹം കഴിച്ചാണ് ജപ്പാനിലെ ഇറ്റാമിയ സ്വദേശിനിയായ തക്കാക്കോ കേരളത്തിലെത്തുന്നത്. യുവമോർച്ച നേതാവ് സത്യേഷിന്റെ ബലിദാന ദിനത്തിന്റെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ അനുസ്മരണ സമ്മേളനം നടന്നു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ, KR വിദ്യാസാഗർ, LK മനോജ്, VG ഉണ്ണികൃഷ്ണൻ, TB സജീവൻ, മനു P ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, രാജേഷ് കോവിൽ, TS സജീവൻ, ജയദേവൻ, സുനിൽ വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. സിനർജി 2024 കൊടുങ്ങല്ലൂർ P ഭാസ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തുടക്കമായി. ഹൈസ്കൂൾ UP വിഭാഗങ്ങൾ സംയുക്തമായി ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാഹിത്യ, കലാപ്രവൃത്തി പരിചയ, റോബോട്ടിക്സ് മേഖലകളിൽ കുട്ടികളിൽ തങ്ങളുടെ ശേഷികൾ അനുസരിച്ച് രൂപപ്പെടുത്തിയ ആകർഷകവും പ്രചോദനാത്മകവുമായ ഒരു പ്രദർശനമേളയാണ് എക്സിബിഷൻ സിനർജി 2024 എന്ന പേരിൽ വിദ്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് TD വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ ഉണ്ണി പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രാജശ്രീ H, സ്കൂൾ ഹെഡ് മാസ്റ്റർ PK സുനിൽകുമാർ, SMC കമ്മിറ്റി അംഗം ബേബി, റോബോട്ടിക്സ് ട്രെയിനർ അവിനാശ്, പ്രദർശനമേള ജനറൽ കൺവീനർ കൃഷ്ണപ്രസാദ് UB, ATL ലാബ് ഇൻചാർജ് ധന്യ എന്നിവർ സംസാരിച്ചു. പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച വല്ലപ്പാടി ദേവമാതാ പള്ളിയുടെ കുദാശയും പ്രതിഷ്ഠാകർമ്മവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് 2:30 ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർപ്പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 5:30 പൊതുസമ്മേളനവും മെത്രാൻ ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ അധ്യക്ഷനാവും. തിങ്കളാഴ്ച ഇടവക ദിനമായും മതബോധന ദിനമായും ആചരിക്കും. പള്ളി വികാരി ഫാദർ ലിജോ കളപ്പുറമ്പത്ത്, കൈക്കാരന്മാരായ ലിൻസൺ മൽപ്പാൻ, ജോമോൻ കണ്ണൂക്കാടൻ, ജനറൽ കൺവീനർ ജോയ് മാഞ്ഞൂക്കാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സമ്മേളനവും നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ഡോക്ടർ റോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ രഞ്ജിത്ത് M പിള്ള മുഖ്യാതിഥിയായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറാന വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ എൻഡോമെന്റ് വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സർക്കാർ സ്കൂളിലെ മേൽക്കൂര അടർന്നു വീണ് അപകടം. തിരുവില്ലാമല GLP സ്കൂളിലെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ ക്ലാസ് നടക്കുമ്പോൾ അടർന്നു വീണത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം. തോട്ടം തൊഴിലാളി ശ്രീജയുടെ വീട് കാട്ടാന ഭാഗികമായി തകർത്തു. ഇടപാടുകൾ നടത്താത്ത ആളുകൾക്ക് ജപ്തി നോട്ടീസ് അയച്ച അങ്കമാലി അർബൻ ബാങ്ക്. സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ നിക്ഷേപകർ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.